ഗുഡ് മോർണിംഗ് വ്യൂസ്. ഞാൻ പല മീഡിയയിലും വായിച്ചു ഈ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് US ആയിട്ട് സൈൻ ചെയ്തത് മോഡിജിയുടെ മുന്നിൽ ട്രംപ് മുട്ടുമടക്കി അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ വരച്ചു എന്നെല്ലാം പല ഓട്ടോറിക്ഷ യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാർ വന്നിട്ട് ഈ ചാനലിലും മീഡിയയിലൊക്കെ ഞാൻ കണ്ടു ന്യൂസ്. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് വെച്ചാൽ എക്കണോമിക്കലി നോക്കുകയെന്ന് വെച്ചാൽ യു എസിന് ലോകത്തിൽ 27% മാർക്കറ്റ് ഷെയർ വേൾഡ് പ്രോഡക്ട്സിലുള്ള രാജ്യമാണ്. അത് ജപ്പാനും ജർമ്മനിയും ഫ്രാൻസും കമ്പൈൻ ചെയ്തതിനെക്കാട്ടും കൂടുതലാണ് അമേരിക്കയിലുള്ളത്. പിന്നെ പറയാന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ 59 ഓഫ് ദി 100 ലാർജസ്റ്റ് കമ്പനീസ് ഇൻ ദ വേൾഡ് ബൈ മാർക്കറ്റ് വാല്യൂ US-ലുള്ളത്, കമ്പയർഡ് ടു 31 ഓഫ് യൂറോപ്പ് ആൻഡ് 7 ഫോർ ജപ്പാൻ. ഫൈനാൻഷ്യൽ ടൈംസിൻ്റെ ലിസ്റ്റിംഗ് പ്രകാരം 500 ലാർജസ്റ്റ് ഗ്ലോബൽ കമ്പനീസിൽ 29 കമ്പനിയും അമേരിക്കൻ കമ്പനിയാണ്. അതിൽ 158 യൂറോപ്യൻ കമ്പനിയും 77 ജപ്പാനീസ് കമ്പനിയാണ്. US-ൽ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് നോക്കുകയെന്ന് വെച്ചാൽ ലോകത്തിലെ 10 ബാങ്ക് എടുത്താൽ അതിൽ പകുതി അമേരിക്കയിൽ തന്നെയുള്ളത്. പിന്നെ ഇനി കോമേഴ്സ് ട്രേഡ് നോക്കുകയെന്ന് വെച്ചാൽ അമേരിക്ക യൂറോപ്പിനെക്കാട്ടും 3 ടൈംസ് മോർ കോമേഴ്സ് ട്രേഡ് ചെയ്യുന്നൊരു രാജ്യമാണ്. 42 ഓഫ് ദി ടോപ്പ് 75 ബ്രാൻഡ്സ് ഇൻ അമേരിക്കയിലുള്ളത്. പിന്നെ 9 ഓഫ് ദി ടോപ്പ് 10 ബിസിനസ് സ്കൂൾസ് ഉള്ളത് അമേരിക്കയിലാണ്. നിങ്ങൾക്കറിയാലോ, നമ്മളെ ഇവിടുത്തെ CPM-ൻ്റെ ലീഡേഴ്സിൻ്റെ മക്കളും അല്ലെങ്കിൽ അവരെ റിലേറ്റീവ്സും അല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ പഠിക്കാൻ അവർ പോകുന്നത് അമേരിക്കയിലാണ്. റഷ്യയിലൊന്നും അവർ പോകുന്നില്ല. പിന്നെ സോഫ്റ്റ് പവർ ഉള്ളത് അമേരിക്ക ഈസ് വെരി ഫാർ അവേ. പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ അമേരിക്കയിലാണ്. ഫിലിം പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ടെലിവിഷൻ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കയിലാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ദ എക്സ്പോർട്ട് ദി കൾച്ചർ ഓഫ് അമേരിക്കൻ കൾച്ചർ. യു ആർ വിന്നിങ് ദ ബാറ്റിൽ ഫോർ ദി മൈൻഡ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കുട്ടികൾ അമേരിക്കൻ ജീൻസും അമേരിക്കൻ ഫാഷൻസും അമേരിക്കൻ മെഡിസിനും, ഇനി ഇന്ത്യയിലുള്ള നമ്മളെ CPM-ൻ്റെ ലീഡേഴ്സ് അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റിനും അവരുടെ മക്കളും ഹണിമൂണിനും ഒക്കെ അമേരിക്കയിലാണ് പോകുന്നത്. സോ വൈ? സോ ഇൻ ദ വേൾഡ് ഓഫ് ഫൈനാൻഷ്യൽ ടൈംസിൻ്റെ ഒരു കണക്ക് പ്രകാരം വെച്ചാൽ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എടുക്കാൻ 1000 ആൾക്കാർ എടുക്കാൻ എത്ര ആൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വെച്ചാൽ അമേരിക്കയിൽ 570 ആൾക്കാർക്ക് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ എടുക്കാൻ വെച്ചാൽ 3 ആൾക്കാർക്കേ ഉള്ളൂ. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി പവർ വന്നു. അവരുടെയൊക്കെയുള്ള മിലിറ്ററി പവർ പോലെ വേറെ ആയിരിക്കില്ല. അവർക്ക് ഇൻ്റർകോണ്ടിനെൻ്റൽ ന്യൂക്ലിയർ വെപ്പൺസ്, ലാർജ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്, എയർ, നേവൽ, ഗ്രൗണ്ട് ഫോഴ്സസ്, അവർ ആർമീനെ ലോകത്തിലെ ഏത് ടെറൈനിലും ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. നമ്മൾ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഇപ്പം ലോകത്തിൽ പല വിയറ്റ്നാം പല രാജ്യത്തും കണ്ട് അവർക്ക് ലോകത്തിൽ എവിടെ ആർമീനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇറാനിൽ തന്നെ അവർക്ക് ചെയ്ത് കണ്ടില്ല. സോ ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരെന്തായി പറയുന്നത് അമേരിക്കയായിട്ട് വിൻ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എനിവേ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. ദിസ് ഇസ് മൈ പേഴ്സണൽ വ്യൂ. താങ്ക് യു.